സായി ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ജാതകപ്പൊരുത്തത്തെക്കുറിച്ചാണ് കേട്ടോ. പലരും വിവാഹം കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഹൈന്ദവരെ, ജാതകമൊക്കെ നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുക. അങ്ങനെ ജാതകം നോക്കി വിവാഹം കഴിച്ചിട്ട് അതിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ട്. ഈ ജാതകം ഒന്നും നോക്കാതെ വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ചോദിക്കും, ഞങ്ങൾ ജാതകം നോക്കിയിട്ടല്ലല്ലോ വിവാഹം കഴിച്ചത്, എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതകം നോക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ജാതകം നോക്കുന്നത്? എന്താണെങ്കിലും വിവാഹം നടക്കുമ്പോൾ ജാതകം നോക്കുന്നത് നല്ലൊരു ദാമ്പത്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതിലാർക്കും സംശയമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ജാതകം നോക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത് കേട്ടോ. കാരണം ഒരുപാട് ഡിവോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഡിവോഴ്സുകളല്ലാതെ തന്നെ പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ഇപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും, ബന്ധുക്കൾ ഒറ്റപ്പെടുത്തും, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സമാധാനമില്ലാതെ വിഷമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള വിവാഹ ബന്ധങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതൊരു ഭക്ത ചോദിച്ചൊരു ചോദ്യമാണ്. അവരുടെ ഒരു കസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്, പെൺകുട്ടിയാണ് അവരുടെ കസിൻ. അപ്പോൾ ആ കുട്ടിക്ക് ജാതകം നോക്കുന്നതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ജാതകം നോക്കാതെ വിവാഹം കഴിക്കുമെന്ന് ഷാഠ്യം പിടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഈ ചേച്ചിക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ശരിക്കും ഈ പൊരുത്തമൊക്കെ നോക്കണോ, അങ്ങനെ നോക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവരുടെ പേര് ഞാൻ പറയണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ജനറൽ ആയിട്ട് ഈ ജാതക പൊരുത്തം എന്താണ്, അത് ഉദ്ദേശിക്കുന്നത്, അത് നോക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിലൂടെ അറിയാനായിട്ട് സാധിക്കുക, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞവരുണ്ടായിരിക്കും, വിവാഹം കഴിക്കാനായിട്ട് ആ വിവാഹ ബന്ധത്തിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇത് ടെൻഷനാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ലാട്ടോ പറയണത്. നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് അത് ശാസ്ത്രമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നല്ല പഠിച്ചിട്ടുള്ളവർ, അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവർ പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പ്രവചിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ശാസ്ത്രമാണ്, സത്യമാണെന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാട്ടോ. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ ആദ്യം പറയാം. ഭഗവാൻ ഇന്നലെ മത്സ്യാവതാര രൂപത്തിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അരയ്ക്ക് താഴോട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും മുകളിലോട്ട് ഭഗവാനായിട്ട് ചതുർബാഹു ആയിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു. 2 തിരുമുടിമാലകൾ ഭഗവാൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഏറ്റവും മുകളിലുള്ളത് തെച്ചിക്കൊണ്ടുള്ള തിരുമുടിമാലയാണ്, പിന്നെ ഒരെണ്ണം നന്ദ്യാർവട്ടം കൊണ്ടുള്ള തിരുമുടിമാലയാണ്. ഈ രണ്ടിലും കൂടുതലായിട്ടും ഈ 2 നിറങ്ങളൊക്കെ കാണാം കേട്ടോ. അരികിലായിട്ട് കുറച്ച് തുളസിപ്പൂക്കൾ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട്, നല്ല ഭംഗിയുള്ള ഉണ്ടമാല എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. അതിൽ കുറച്ച് തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ട്, പിന്നെ ഏകദേശം നടുഭാഗത്തെത്തുന്ന സമയത്ത് നല്ല വെളുത്ത നന്ദ്യാർവട്ടപ്പൂക്കളുടെ ഇടയിൽ കുത്തുകുത്തുകൾ പോലെ കുറച്ച് തെച്ചിപ്പൂക്കൾ കോർത്തിട്ടുണ്ട്. പിന്നെയും തുളസി കോർത്തിട്ട്, പിന്നെ കുറച്ച് അധികം തെച്ചി കോർത്തിട്ടുണ്ട്, പിന്നെ തുളസി. ഇത് നല്ല തടിച്ചുരുണ്ട മാലയാണ് കേട്ടോ. ആ ഡിസൈനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയിൽ കോർത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഭഗവാനും നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കേട്ടോ. ഗോപി തിലകൊക്കെ വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ കാതുപൂക്കളൊക്കെ ഉണ്ട്. 2 മാലകളുണ്ട് കഴുത്തിൽ. ഒന്നൊരു വളയം പോലത്തെ മാലയാണ്, പിന്നെ ഗോപി തിലകങ്ങൾ കൊണ്ടുള്ള ഒരു മാലയാണ്. അത് 5 ഗോപി തിലകങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതൊരു മാല പോലെ തീർത്തിരിക്കുക. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കുറച്ച് വലിപ്പത്തിലുള്ള തിലകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. നല്ല പ്രകാശം, ഭഗവാന്റെ മുഖത്തും ആ പ്രകാശം അതൊന്നും കൂടെ കൂട്ടാനായിട്ടാണ് ഈ തിലകങ്ങളുടെ പ്രകാശം ഉണ്ടായിരുന്നത്. പിന്നെ 4 തൃക്കൈകളാണ് ചാർത്തിയിരിക്കുന്നത്. 2 കൈകളിൽ അഭയവരദാന മുദ്രകളാണ്, പിന്നെ 2 കൈകളിൽ ശംഖും ചക്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഭഗവാന്റെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ താഴോട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്.
അങ്ങനെ മത്സ്യരൂപത്തിലുള്ള ഭഗവാനെ ആയിരുന്നു ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മത്സ്യാവതാരമൊക്കെ നന്നായിട്ട് ചെറിയ കുട്ടികൾ, പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾ പ്രാർത്ഥിച്ച് അതിൻ്റെ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മത്സ്യാവതാര രൂപത്തിലുള്ള ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിവ് നേടാനായിട്ട് അത് സഹായിക്കുന്നതാണ് പറയുക. കാരണം വേദങ്ങളെയൊക്കെ വീണ്ടെടുത്ത ഭഗവാനാണ്. അപ്പോൾ പഠിക്കാനൊക്കെ ആയിട്ട് സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് കഴിയണം. കുറേ കാണാതെ ഇങ്ങനെ പഠിച്ചു വെക്കുക, മാർക്ക് വാങ്ങിക്കുക, അങ്ങനെയല്ല. നമ്മൾ അവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം. അത്തരത്തിലാണ് എപ്പോഴും അറിവ് സമ്പാദിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും അത് കൃത്യമായിട്ട് ഏത് സമയത്ത് നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോഗിക്കാനുള്ള ആ ഒരു വിവേകവും എല്ലാം ഭഗവാൻ തന്നെ നൽകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഭഗവാനെ വിളിക്കുക. അത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. എല്ലാ കുഞ്ഞുമക്കൾക്കും മുതിർന്നവർക്കാണെങ്കിലും വലിയ വലിയ പഠനങ്ങൾക്കായിട്ട് പോയിട്ടുള്ളവർക്കാണെങ്കിലും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും സ്വാഭാവികമായിട്ട് ഭഗവാൻ എല്ലാം നടത്തി തരും. അപ്പോൾ അവതാര രൂപത്തിലുള്ള ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഭഗവതി അമ്മേനെ കാണാൻ പോണല്ലോ. ഭഗവതി നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു സ്വരൂപതയാണ്, പക്ഷെ കുറച്ച് പ്രായമായിട്ടുള്ള മുത്തശ്ശിയുടെ പോലെയാണ്, എന്നാലും ചെറുതായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. ഒരു ചുവന്ന പട്ടാണ് അരയിൽ ചുറ്റിയിട്ടുള്ളത്. പിന്നെ ഒരു മഞ്ഞ പട്ടുകൊണ്ട് മുകളിലേക്കും ഉണ്ട് കേട്ടോ. ആ അരഭാഗത്ത് നിന്ന് തന്നെ കുറച്ച് അങ്ങോട്ട് കയറിയിട്ട് മഞ്ഞ പട്ടും കാണാം. നല്ല ഭംഗിയിൽ 3 മാലകൾ കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. ഒന്നൊരു കാശുമാലയാണ്, അതിന് മുകളിലായിട്ട് സ്വർണ്ണമണികൾ ഇങ്ങനെ തൂക്കിയിട്ട പോലത്തെ വേറൊരു മാല, പിന്നെ ഒരു മാങ്ങാ പാലയ്ക്കും കൂടി ഉണ്ട് ഭഗവതിക്ക് കഴുത്തിലായിട്ട്. കാതുകളിലെ ഇങ്ങനെ മണികൾ, സ്വർണ്ണമണികൾ പോലെ, സ്വർണ്ണ നിറമായിരുന്നില്ല കേട്ടോ, ഒരു ചെമ്പിൻ്റെ നിറം പോലെയാണ് തോന്നുക. കുറച്ച് സ്വർണ്ണമല്ല, സ്വർണ്ണത്തിന് തിളക്കായിരുന്നില്ല. അങ്ങനെയുള്ള മണികൾ കൊണ്ടുള്ള കമ്മൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വായ തുറന്ന് ചിരിച്ചിട്ടാണ് നമ്മുടെ ഭഗവതി ഇരിക്കുന്നത്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിയുണ്ട്. പിന്നെ ചെറിയൊരു കിരീടം, ഒരു ചുവന്ന പട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു കുഞ്ഞു കിരീടമാണ് ശിരസിൽ ചാർത്തിയിരിക്കുന്നത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മുത്തശ്ശി ഭാവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ചെറിയൊരു രൂപത്തിലാണ് ഭഗവതിനെ ചാർത്തിയിരിക്കുന്നത്. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ജാതക പൊരുത്തത്തെ കുറിച്ച് പറയാം കേട്ടോ. വിവാഹം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹം നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ജാതകം പരിശോധിച്ചിരിക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാലേ പണ്ടൊക്കെ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഈ നക്ഷത്രങ്ങൾ നാളുകൾ മാത്രം നോക്കിയിട്ട് പൊരുത്തം നോക്കിയിട്ട് പോകും. ശരിക്കും അങ്ങനെയല്ല നോക്കേണ്ടത്. വിശദമായി തന്നെ ഇപ്പോൾ സ്ത്രീയുടെയും ഇപ്പോൾ പുരുഷൻ്റെ ആരാണ് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്, ഈ 2 പേരുടെയും ജാതകങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ട് അതിലെ പൊരുത്തങ്ങൾ നോക്കണം എന്നാണ് പറയുക. തീർച്ചയായിട്ടും അത് നല്ലൊരു ദാമ്പത്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിലേ എന്തൊക്കെയാണ് അതിൽ നോക്കുക എന്ന് ചെറുതായിട്ടൊരു സൂചന മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. ജ്യോതിഷമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോക്കാനായിട്ട് സാധിക്കുമല്ലോ. വിശ്വാസമുള്ളവരുണ്ടായിരിക്കും ജാതകമൊക്കെ നോക്കുന്നത്, ജ്യോതിഷത്തിലൊക്കെ വിശ്വാസമുള്ളവരുണ്ടായിരിക്കും. അന്ധവിശ്വാസമല്ല കേട്ടോ പറയണത്. ശാസ്ത്രം സത്യമാണ്, ആ സത്യത്തെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കും. ആ പറഞ്ഞ പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതൊരു ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് കുറച്ച് നാളുകൾക്കുള്ളതല്ലല്ലോ, കുറേ വർഷങ്ങൾക്ക്, ജീവിത അവസാനം വരെ ഒരുമിച്ച് ഉണ്ടാകേണ്ടവരാണ്. സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും, സുഖങ്ങളിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ഇരിക്കണം, ദുഃഖങ്ങളാണെങ്കിലോ പ്രയാസങ്ങളാണെങ്കിലോ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അത്തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കണം വേണ്ടത്. അത്തരത്തിലുള്ള ജാതകങ്ങളാണ് തമ്മിൽ ചേർക്കേണ്ടി വരിക. അപ്പോൾ അത് ചേരുമോ എന്നറിയണമെങ്കിൽ അത് നോക്കി തന്നെ വേണം. അപ്പോൾ ഈ ജാതക പൊരുത്തം എന്നൊക്കെ പറയുമ്പോഴേ അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന് പൊരുത്തം നോക്കും, പിന്നെ ഒന്ന് ദശാസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ദോഷങ്ങളില്ലാത്ത രീതിയിൽ വേണം, ദോഷങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഒന്ന് പാപസാമ്യം. ഈ 3 പ്രധാനമായിട്ട് നോക്കുക. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഈ പ്രധാന കാര്യങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തേൽ പൊരുത്താണ്. നമ്മൾ പറയാറുണ്ട് 10 പൊരുത്തം എന്നൊക്കെ. 10ൽ 10 പൊരുത്തം കിട്ടിയിട്ട് അടിച്ചു പിരിഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ അല്ല ഞാൻ പറയണത്. അത് കൃത്യമായിട്ട് നോക്കി തരികയാണെങ്കിൽ കൃത്യമായിട്ട് അത് പറയും, അതേപോലെ തന്നെ ഫലത്തിൽ വരും. ചിലർക്ക് പാകപ്പിഴകളൊക്കെ സംഭവിക്കാം. അത് മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ആയിപ്പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്നാലും അറിവുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫലിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊരുത്തം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം
27 പൊരുത്തങ്ങളുണ്ട്. അതിലെ 10 പൊരുത്താണ് പ്രധാനമായിട്ട് നോക്കുക. അത് ദിനപ്പൊരുത്തം, ഗണപ്പൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, രാശിപ്പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, അതുപോലെ തന്നെ യോനിപ്പൊരുത്തം, അങ്ങനെ കുറേ പൊരുത്തങ്ങളുണ്ട്. വേദപ്പൊരുത്തം, അങ്ങനെയൊക്കെ ഉണ്ട്. അതിലെ 10 നോക്കും. ഈ 10 6 മിനിമം 6 ഒത്തുവരികയാണെങ്കിലാണ് അത് വിവാഹത്തിന് യോജിക്കും എന്ന് പറയാറുള്ളത് കേട്ടോ. ഇപ്പോൾ രാശിപ്പൊരുത്തൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ആ രാശി ഒരേ രാശിയിലുള്ളവരാണോ, ഈ രാശിയുടെ അധീപന്മാർ തമ്മിൽ സൗഹൃദത്തിലാണോ, അതുപോലെ തന്നെ സ്ത്രീയുടെ രാശിയിൽ നിന്ന് പുരുഷന്റെ രാശിയിലേക്ക് എത്ര ദൂരമുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പ്രവചിക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചാണ് ഇവരെ തമ്മിൽ യോജിപ്പിക്കുക. അങ്ങനെ മിനിമം 6 പൊരുത്തമെങ്കിലും ഉണ്ടെങ്കിലാണ് അത് വിവാഹത്തിന് യോജിക്കും എന്ന് പറയാറുള്ളത് കേട്ടോ. പിന്നൊന്നാണ് ഗ്രഹസാമ്യം അല്ലെങ്കിൽ പാപസാമ്യം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഈ ജാതകത്തിലുള്ള പാപങ്ങളുടെ എണ്ണം നോക്കിയിട്ട് പറയാം. അതായത് പാപങ്ങൾ സാമ്യമായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം, അതിന് തുല്യത വേണം, എങ്കിൽ മാത്രമേ അത് ചേരുള്ളൂ. ഇപ്പോൾ പാപജാതകങ്ങൾ, ശുദ്ധജാതകങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഇത് ദോഷജാതകങ്ങൾ എന്ന് ശുദ്ധജാതകങ്ങൾ എന്നൊക്കെ പറയണത് അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതിലെ പാപജാതകവും തമ്മിലേ ചേരുള്ളൂ, അല്ലെങ്കിൽ ശുദ്ധജാതകവും തമ്മിലേ ചേരുള്ളൂ. അല്ലാതെ ശുദ്ധവും പാപവും തമ്മിൽ ചേർക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുക. ഇപ്പം അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവാണ് ലഭിക്കുക. പോസിറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പോസിറ്റീവാണ് ലഭിക്കുക. പക്ഷെ നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവാണ് ലഭിക്കുക. അതേപോലെയാണ്, ഒരേപോലെയുള്ളതേ ഇവിടെ ചേരുള്ളൂ. എന്നാലേ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ക്രൂരമായിട്ടുള്ള സ്വഭാവമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പാവം പൂച്ചക്കുട്ടി ചേരില്ലല്ലോ, അവർ തമ്മിൽ മുന്നോട്ട് പോകില്ല, അവരെന്തായാലും അകന്നു പോകും, അവർക്ക് സഹിക്കാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവർ മാത്രം ആയിട്ട് നല്ല രീതിയിൽ കൂടാനായിട്ട് സാധിക്കുള്ളൂ. ജീവിക്കുന്നവരുണ്ടായിരിക്കും, എന്നാലും പൂർണ്ണമായിട്ടുള്ള ആ ഒരു ദാമ്പത്യത്തിലെ പൂർണ്ണതയുണ്ടല്ലോ, അത് അവർക്ക് ലഭിക്കില്ല. അങ്ങനെ ഓരോ സ്വഭാവങ്ങളിലുള്ളവരെ കണ്ടെത്തി, ഒരേ ടേസ്റ്റ് ഉള്ളവരെ കണ്ടെത്തിയിട്ട് അവരെ ഒരുമിച്ച് ചേർക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് ദശാസന്ധി എന്ന് പറയും. ദശാസന്ധിയിൽ ദോഷങ്ങളുള്ളവരെ ഒഴിവാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ അവസാനിക്കുമല്ലോ. അപ്പോൾ ഈ ദശാകാലങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ദോഷ സമയമാണെന്നാണ് പറയുക, ദോഷമാണ് ഉണ്ടാകുക ദശാകാലങ്ങൾ അവസാനിക്കുമ്പോൾ. അപ്പോൾ ഈ ദശാകാലങ്ങൾ അവസാനിക്കുന്നത് സ്ത്രീക്കും പുരുഷനും ഒരേ സമയത്ത് അവസാനിക്കുകയാണെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. പുരുഷന് ദോഷ സമയമാണ്, സ്ത്രീക്കും ദോഷ സമയമാണ്. അപ്പോൾ ദോഷാധിക്യാണ് ഉണ്ടാകുക, അധികം ദോഷം വരികയാണ് ചെയ്യുക. അപ്പോൾ അതെന്തായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം അവിടെ പറയാം കേട്ടോ. ഒരു ബിസിനസ്മാൻ ആണെന്ന് വിചാരിക്കാം. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുകയാണ്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു തകർച്ചയുടെ വക്കിലെത്തി എന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ കൊണ്ട് ശ്രമിച്ചിട്ട് അതൊന്നും സാധിക്കുന്നില്ല എന്ന് വിചാരിക്കാം. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ രംഗപ്രവേശം ചെയ്തു. അവരുടെ കഴിവ് കൊണ്ട് ചിലപ്പോൾ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. വലിയ ബിസിനസ്സുകാർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, ഒരാൾ അവിടെ താഴ്ന്നു പോയപ്പോൾ മറ്റുള്ള ഒരാൾക്ക് അതിനെ പിടിച്ചു കയറ്റാനായിട്ട് സാധിച്ചു. അതേപോലെയുള്ള ഒരു സങ്കല്പമാണ്. ഒരാൾക്ക് ദോഷ സമയമാണെങ്കിൽ മറ്റാൾക്കും ദോഷം വന്നു കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ, ആ ആൾക്ക് നല്ല സമയമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമേ ചേരാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ദശാസന്ധിയിൽ ദോഷങ്ങളുള്ള സമയം ഒരേ ദശാകാലം ഒരേപോലെ അവസാനിക്കുന്നത് ഒഴിവാക്കിയിട്ട് വേണം ദശാസന്ധി നോക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ചേർച്ചയും കൂടെ നോക്കിയിട്ടാണ് എപ്പോഴും. ഇത് 3 പ്രധാനമായിട്ട് പറയാറുള്ളത് കേട്ടോ. ഒന്നാമത് പൊരുത്തം, പിന്നെ ഇത് പാപസാമ്യം, പിന്നെ ഒന്ന് ദശാസന്ധി. ഇത് 3 പ്രധാനമായിട്ട് നോക്കുക. പിന്നെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2 പേര് തമ്മിൽ വിവാഹിതരായി കഴിഞ്ഞാൽ ഇവർക്ക് സന്താന ഭാഗ്യമുണ്ടോ എന്ന് നോക്കും. കാരണം സന്താനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് അവരുടെ ആ ഒരു ജീവിതം അർത്ഥപൂർണമാകുക. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നോക്കൂ, എത്രയോ പേർക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ജാതകം നോക്കുമ്പോൾ തീർച്ചയായിട്ടും സന്താന സൗഭാഗ്യം ഉള്ളവരാണോ എന്ന് നോക്കും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ നോക്കും. അതേപോലെ തന്നെ ഇവർക്ക് വരുമാനം ഉണ്ടാകുമോ എന്ന് നോക്കും. ഇവർ തമ്മിൽ യോജിച്ച് കഴിഞ്ഞാൽ വരുമാനം വേണമല്ലോ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണോ ഇവർക്ക് ലഭിക്കുക എന്ന് നോക്കും. അതേപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാകുമോ ഇവരുടെ ജീവിതത്തിൽ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഒരു ജാതകം ഒക്കുമോ അല്ലെങ്കിൽ ചേരുമോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ജാതകമൊക്കെ നോക്കുന്നത് കേട്ടോ.
ഇപ്പോൾ ഡിവോഴ്സൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. എത്ര ഡിവോഴ്സ് കേസുകളാണെന്നറിയോ കോടതികളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പ്രധാനപ്പെട്ട കാരണം? ജാതകം നോക്കാത്തത് കൊണ്ടാണെന്നല്ല ഞാൻ പറയണത് കേട്ടോ. പലർക്കും പലരെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കണില്ല. എന്തെങ്കിലും ചെറിയ കാര്യം പറയുമ്പോഴേക്കും അപ്പോഴേക്കും ദേഷ്യം വന്നു, അപ്പം മറ്റാൾക്കും ദേഷ്യം വന്നു. അതായത് ഒരേപോലെയുള്ള ആ പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഇല്ല, പിരിയ ചെയ്യുക. നേരെ മറിച്ച് ഒരാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് അവിടെ തണുപ്പിക്കാനായിട്ട് സാധിച്ചുവെങ്കിൽ അത് നല്ല രീതിയിൽ പോകും. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ദേഷ്യം വരുന്ന സമയത്ത് ആ ഒരു ഉപേക്ഷാ മനോഭാവം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. നമുക്കത് മുൻകൂട്ടിയിട്ട് അറിഞ്ഞുകൊണ്ടാണ്, അങ്ങനെ ജാതകമൊക്കെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവരായിരിക്കും. നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് പരസ്പരം. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവർക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ വലുതാണ് ആ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളെ നേരിടുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അത് നേരിടാൻ തക്ക രീതിയിലുള്ള ജാതകങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നവർ. അത് ചേരുന്ന ജാതകങ്ങളായിരിക്കും. അത് നമുക്ക് നോക്കിയിട്ടൊന്നുമല്ലല്ലോ. ചേരാത്ത രീതിയിൽ വരുമ്പോഴൊക്കെയാണ് അവരിങ്ങനെ മുന്നോട്ട് പോകാനാകാതെ പാതി വഴിക്ക് വെച്ചിട്ടൊക്കെ അവർക്ക് നിർത്തേണ്ടതായിട്ട് വരുന്നത്. ഇതെല്ലാം ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഒരു ജീവിതം തുടങ്ങുമ്പോൾ ഏതെങ്കിലും പങ്കാളിക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുമോ, അങ്ങനെയൊക്കെ ആയിരിക്കുമോ, അതുപോലെ തന്നെ ദീർഘായുസ് ഉണ്ടായിരിക്കും, ഇതൊക്കെ അതിൽ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ജാതകമൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ, നമ്മളിങ്ങനെ നടന്നു പോകുകയാണ്, നമുക്ക് മുന്നിലൊരു കുഴി ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ കണ്ടില്ല, എന്താ സംഭവിക്കുക? നമ്മൾ ആ കുഴിയിൽ വീഴും. നേരെ മറിച്ച് ആ കുഴി അവിടെ ഉണ്ട് എന്ന് നമുക്ക് മുൻപ് ആരെങ്കിലും പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിലെ വഴി മാറിപ്പോകും, നമ്മൾ ശ്രദ്ധിച്ചു പോകും. അപ്പോൾ വീഴാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും, അപ്പോൾ വീഴുകയും ചെയ്യില്ല. അതാണ് വ്യത്യാസം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനിയിപ്പോൾ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല, ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. വിവാഹം കഴിക്കുന്നതിന് മുൻപായിട്ട് ജാതകം നോക്കണം, പക്ഷെ മക്കൾ സമ്മതിക്കാത്തവരുണ്ടായിരിക്കും. അങ്ങനെ പിന്നീട് പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കും. എന്തായാലും ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും അത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം കേട്ടോ. ശരിക്കും അത് പരിശോധിച്ചതിന് ശേഷം, നോക്കി അറിഞ്ഞതിന് ശേഷം മാത്രം അതിന് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് പൂർവ്വജന്മ ദുരിതാണെന്നാണ് പറയുക. ഇപ്പോൾ നമ്മുടെ തലമുറയിൽ മുൻപ് ആരെങ്കിലും, അതായത് പണ്ടത്തെ ആളുകൾ, നമ്മുടെ പൂർവികരെ, അവരെ എന്തെങ്കിലുമൊക്കെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുഭവിക്കുക അടുത്ത തലമുറയിലെ വിവാഹ ദാമ്പത്യത്തിലൂടെ, സന്താന പരമ്പരകളിൽ കൂടെയാണ് അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുക. അപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല, നല്ല രീതിയിൽ മക്കളെ നോക്കാനായിട്ടോ അല്ലെങ്കിൽ മക്കൾ മോശം വഴിയിലൊക്കെ ആയിട്ടോ ഒക്കെ പോകുന്നത് ഈ പൂർവ്വജന്മ ദുരിതാണെന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ അതിലേക്ക് എത്തിച്ചെന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം? പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെയൊക്കെ ബന്ധുക്കളിൽ ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചവരുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ടോ അല്ലാതെയോ ഒക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം. ഇതുകൊണ്ടൊക്കെയും ഈ ദുരിതങ്ങൾ കൊണ്ടാണെന്നാണ് പറയണത്. അപ്പോൾ ഈ ദുരിതങ്ങൾ എന്തായാലും അടുത്ത തലമുറയിലേക്ക് വരുന്നതാ. അപ്പോൾ ഈ തലമുറയിലും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ജാതകം ആഗ്രഹിക്കുന്നതിൽ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും നോക്കുന്നത് എനിക്കറിയാം. എന്തായാലും ജാതകമൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് മുൻകൂട്ടിയിട്ട് അറിയാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞു, ഇനി അവരെ പിരിക്കാൻ പറ്റില്ല, ഇനി ജാതകം നോക്കിക്കൊണ്ടൊന്നും അതൊരു ഫലമൊന്നും ഉണ്ടാകില്ല എന്നുള്ളവരെ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യത്തിലുള്ള ഐക്യമുണ്ടാകാനായിട്ട് ഉമാമഹേശ്വരന്മാരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഉമാമഹേശ്വര പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതാണ് കേട്ടോ. അത് വിവാഹം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഉമാമഹേശ്വരന്മാർക്ക് ഉമാമഹേശ്വര പൂജ ചെയ്യാം. അതേപോലെ തന്നെ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കാം. തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് ദാമ്പത്യ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്, മഹാദേവനെ പ്രീതിപ്പെടുത്താനായിട്ട്. അതേപോലെ തന്നെ ഐക്യമത്യ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാം. ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ ഒരു പരിധി വരെ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും കൃത്യമായിട്ട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ, ഓരോരുത്തരുടെയും ജാതകം വെച്ച് പരിശോധിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഗ്രഹങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടായിരിക്കും. ദാമ്പത്യം എന്നൊക്കെ പറയുമ്പോൾ 7ാം ഭാവമാണ് പറയുക. അപ്പോൾ 7ലെ ഇപ്പോൾ ചൊവ്വയാണ് ഇരിക്കുകയാണെങ്കിൽ ചൊവ്വയുടെ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെയും ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പരിഹാരം ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം ലഭിക്കുള്ളൂ. അപ്പോൾ ജാതകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
ജാതകം എന്ന് പറയണത്, ജ്യോതിഷം എന്ന് പറയണത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ സംശയമൊക്കെ എല്ലാവർക്കും മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും ജാതക പൊരുത്തത്തെക്കുറിച്ച്, വിവാഹബന്ധത്തിന് മുന്നോടിയായിട്ട് ജാതകം നോക്കുന്നതിനെ കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ ഫോൺ ഇടയ്ക്കൊന്ന് കേടുവന്നിട്ടുണ്ടായിരുന്നു, അത് റെഡിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മാസത്തോളമായിട്ട് ഇപ്പോഴാണ് തിരികെ കിട്ടിയത്. അപ്പോൾ പഴയ നമ്പർ ആക്റ്റീവാണ്, 8111937939. അതിൽ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നോക്കാനായിട്ട് പറ്റും. ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്ന മെസ്സേജുകൾ, അതായത് മുകളിൽ കിടക്കുന്ന മെസ്സേജുകളാണ് നോക്കി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മറുപടി കിട്ടാനായിട്ട് ചിലപ്പോൾ വൈകുന്നുണ്ടായിരിക്കും. അത് മനഃപൂർവ്വമല്ല, അത്രയധികം മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും ആ നമ്പർ ഇപ്പോൾ ആക്റ്റീവാണ്, വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലാണ് കിട്ടുക. അപ്പോൾ ഏതെങ്കിലും സംശയമുള്ളവരെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ, നോക്കിയിട്ട് മറുപടി തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇത് തൊഴാൻ പോയ വിശേഷങ്ങൾ, കൂടുതൽ അലങ്കാരങ്ങൾ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പുതിയ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.